വാഴകൃഷി കർഷകരുടെ താങ്ങുവില കൂട്ടി കേന്ദ്ര സർക്കാർ. നട്ടുച്ചയ്ക്ക് നടുകുറ്റത്ത് വെട്ടിപ്പൊളിക്കുന്നത് തനിക്കെന്നാ വട്ടാണോ? വട്ടു തന്റെ തന്തയ്ക്ക് വരമ്പത്തൂറി വക്കച്ചന്. താനെന്തിനാണോ ചൂടാവുന്നത്? നട്ടിച്ച വെയില് നിറന്നല്ലോ അടിച്ച് ആശ്രമത്തിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ തന്നെ പിടിച്ച് ഉമ്മ വെക്കണോ? ഞാനേ ഒരു വാഴ വെക്കാൻ പോവാ. നടുകുറ്റത്ത് ആരെങ്കിലും വാഴ വെക്കോളൂ? ആ വെക്കും, ഞാൻ വെക്കും. 10-30 കൊല്ലം മുന്നേ ഞാൻ വെച്ചൊരു വാഴ, മരവാഴ, അകത്ത് കട്ടിലേ കിടപ്പുണ്ട്. പിന്നെ എനിക്കൊരെണ്ണം ഇവിടെ വെച്ചാൽ എന്നാ? ആ താനിതെങ്ങോട്ടോ നട്ടുച്ചയ്ക്ക് വള്ളവും തളിക്കൊണ്ട്? അപ്പൊ താനൊന്നും അറിഞ്ഞില്ലേ? ആ എന്നാ ആ നാട്ടിൽ മുഴുവൻ പാട്ടാ, താനറിഞ്ഞില്ലേ? നാട് മുഴുവൻ പാട്ടാ എന്നാ? തന്റെ പെണ്ണുമ്പിള്ള വല്ല ബംഗാളികളുടെ ചാടിപ്പോയി തോന്നിയാസം പറയരുത്. നാട്ടിൽ മുഴുവൻ ഇത്ര പെട്ടെന്ന് പാട്ടാകണമെന്നുണ്ടല്ലേ ഇമാതിരി വല്ല വാർത്തയായിരിക്കണം, അതുകൊണ്ട് പറഞ്ഞതാ. ആ എന്നാ അതൊന്നും അല്ല, എന്നെ പോലും ജോലി കിട്ടി അങ്ങ് ദുബായില് അറബിയുടെ ഡ്രൈവറായിട്ട്. നാട്ടിലൊരു കൈവണ്ടി പോലും തള്ളാൻ അറിയാത്തവനാ അറബിയുടെ ഡ്രൈവറാണെന്ന്. ഒന്ന് പോടാവി. താൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ചെറുക്കന്റെ പാസ്പോർട്ടും വിസയും അക്കരെ പോസ്റ്റ് ഓഫീസ് വന്നിട്ടുണ്ട്, അതെടുക്കാൻ വേണ്ടി ഞാൻ പോവുക. ചെല്ലേ ചെല്ലേ. ആ പിന്നെ വൈകിട്ട് വീട്ടിലേക്ക് വരണം, ചെലവുണ്ട്. ഓ അടിയൊക്കെ നിർത്തിയാടാവേ. ആ അതിനൊന്നും അല്ല, ചെറുക്കൻ പോകുന്നതിന് ചെലവുള്ളതാ. നാട്ടുകാരൊക്കെ വിളിച്ചിട്ടുണ്ട്, താനും വരണം. എന്തെങ്കിലും കയ്യിൽ കരുതിക്കോണം. പലന്റെ വയറ്റില് തീട്ടം കണ്ട നായ വളർത്താൻ നടക്കുക നാറി. ചാക്കോ മാഷ് എന്തോരം മനസ്സ് വിഷമിച്ചിട്ടായിരിക്കും ആ 18-ാം പട്ട തെങ്ങ് വെച്ചത്. ഇപ്പോഴാ അദ്ദേഹത്തിന്റെ വിഷമം എനിക്ക് മനസ്സിലായി. കൂടെ കാള കളിച്ച് നടന്നവനൊക്കെ അരിക്ക് വകയുണ്ടാക്കാൻ തുടങ്ങി. ഇവിടെ ഒരുത്തൻ ആസനത്തിൽ വെയിലടിച്ചിട്ടും എണീറ്റിട്ടില്ല. ഇവനെ ഇന്ന് ഞാൻ മോളൂസേ, ഏട്ടായി പറയുന്ന നീ ഒന്ന് കേക്ക്. പിണങ്ങിയിരിക്കുക, നീ ഇങ്ങ് വാ, ഏട്ടാൻ അടുത്ത് വന്നിരി. ആദ്യം നിന്റെ പഠിത്തമൊക്കെ കഴിഞ്ഞ് നിനക്കൊരു ജോലിയൊക്കെ ആയതിനു ശേഷം നിന്നെ ഞാൻ കെട്ടു. വാ വാ, അടുത്ത് വാ, വാ മോളു. പകൽക്കിനാവ് കണ്ട് കിടക്കുക നാറി. സ്വപ്നത്തിൽ പോലും പണിക്ക് പോകാൻ അവനൊരു ഉദ്ദേശവും. നിന്നെ ഞാൻ കെട്ടുമെന്ന് പറഞ്ഞാൽ കെട്ടിയിരിക്കും. നീ ഞൊട്ടും. ഈ പുന്നമടക്കായലിനെ സാക്ഷി നിർത്തി ഈ വള്ളത്തിരുന്ന് ഞാൻ പറയുന്നു, നിന്റെ കഴുത്ത് ഞാൻ താലി കിട്ടി. വെറും താലിയല്ല, 10 പവന്റെ മാലയിട്ട് ഒരു താലി. 10 രൂപയുടെ ജെട്ടി മേടിക്കാൻ മാർഗമില്ലാത്തവനാ 10 പവന്റെ മാല. എണ്ണീറ്റ് പോടാ നാറി. സ്വപ്നമായിരുന്നു. എന്നാലും അവള് ഒരു 5 മിനിറ്റ് കൂടി കിട്ടിയിരുന്നെങ്കിൽ അവിടെ മുഖം ഒന്ന് കാണായിരുന്നു. എല്ലാം കൊണ്ട് തുളച്ചില്ല തന്തപ്പടി. എന്റെ ചവറേച്ച, ഒരു 5 മിനിറ്റ് കൂടി ഞാൻ കിടക്കാം. അവളുടെ മുഖം ഒന്ന് കാണിച്ചു തന്നാ ഒരു 100 കൂടി മെഴുകുതി കത്തിച്ചേക്കാം.
100 കൂട് മെഴുകുതിരി എന്നൊക്കെ പറയുമ്പോ ഏകദേശം അയ്യോ അതിനുള്ള മാർഗം എനിക്കില്ല. എന്റെ ചവറാച്ച ഒരാവേശത്തിൽ കയറി പറഞ്ഞു പോയതാ. എനിക്ക് മുഖം കാണണമെന്നില്ല. അമ്മേ എന്റെ വാഴ എന്റെ പൊന്നുകളെ ഒരു 10,000 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ വീട്ടിലെ മീൻ വറുത്ത ചട്ടി എന്നോട് ചോദിക്കാതെ കഴുകരുന്ന്. എനിക്ക് തന്നെ ഈ വീട്ടിൽ ഒരു വിലയില്ലേ. വാഴ വെക്കുന്നതൊക്കെ കൊള്ളാം. കൊലവെട്ടാനാ മൂട് വന്നെന്ന് പറഞ്ഞ് എന്നെ കാര്യം വിളിച്ച കാര്യം ഞാൻ പറഞ്ഞു. ഉണ്ടാക്കിയത് ഞാനാ, പക്ഷെ വളർത്തിയത് നീയാ. ആഹാ, ഇനി അതും കൂടി എന്റെ തലയിലോട്ട് വെച്ചു. എടി, അത് നമ്മുടെ രണ്ടിന്റെയും കുഴപ്പമല്ല, അവനൊരു കൂട്ടില്ലാത്തതിന്റെ കുഴപ്പം. വേലയും കൂലിയും ഇല്ലാതെ കാള കളിച്ച് നടക്കുന്നതിന് ആര് പെണ്ണ് കൊടുക്കാനോ? അവനെ അതിന് പെണ്ണ് കെട്ടിക്കുന്ന കാര്യം ആരാ പറഞ്ഞു? അവനൊരു കൂടപ്പിറപ്പില്ലാത്തതിന്റെ. ആ, നിങ്ങളുടെ പോക്ക് എങ്ങോട്ടാന്ന് മനസ്സിലായി. വയ്യാത്ത പട്ടി കയ്യാല കേറണോ? മീൻ വറുത്ത ചട്ടിയിലെ ചോറ് പുരട്ടി തിന്നുമ്പോഴുള്ള ടേസ്റ്റ് ഇവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എന്തോ ഒരു കുറവുണ്ടല്ലോ. ഒരു കാന്താരി കൂടി കിട്ടിയാൽ അന്തസ്. ഏന്നറിയാടെ എന്റെ പറമ്പിൽ കയറി തോന്നിയാസം കാണിക്കുന്നേ? മൂദേവി, ഞാനാ നീ മക്കളെ വളർത്തുന്നത്? വല്ലവന്റെ പറമ്പിൽ കയറി മുതല് മോഷ്ടിക്കാൻ പറഞ്ഞു വിട്ടിട്ട് അവളിരുന്ന് വെളുപ്പിക്കുന്ന കണ്ടില്ലേ? തള്ളേ, തോന്നിയാസം പറയരുത്. അവൻ എന്നെ അടുത്തെന്നാ. നീ ഇങ്ങോട്ട് വന്ന് നോക്കടി, ഞാൻ എന്ത് കഷ്ടപ്പെട്ട് വളർത്തിയതാന്ന്. കാന്താരി പറിച്ചോണ്ടാവും പോയത്. അവന്റെ രണ്ട് കാന്താരിയല്ലേ പറിച്ചോളൂ, ഇവിടെ മാലയൊന്നും പറിച്ചില്ലല്ലോ. പറിക്കുവടി, പറിക്കും. ഇന്നവൻ പിന്നാമ്പുറത്തൂടെ വന്ന് എന്റെ കാന്താരി പറിച്ചു, നാളെ ഉമ്മറത്തൂടെ വന്ന് എന്റെ മാല പറിക്കും. അന്നാരോ നീ ഇങ്ങനെ പറയണം കേട്ടോടി മൂദേവി. നിങ്ങൾ നല്ല ഗുണവധികാരത്തിലല്ലേ വളർത്തിയത്, ചുമ്മാതല്ല 10ന്റെ അന്ന് കെട്ടിയോൾ ഇട്ടേച്ച് പോയത്. ഞാനത് സഹിച്ചടി. എന്റെ പറമ്പിൽ ഒരു സാധനം വെച്ച് പിടിപ്പിക്കാൻ മേല. ഒരു കരിയാപ്പുണ്ടായിരുന്നു, അത് നീ ഓടിച്ചോണ്ട് പോയില്ലേ? ആകപ്പാടെ ഒരു തെങ്ങുണ്ട്, അതന്നെ തേങ്ങ വീഴുന്ന ശബ്ദം മാത്രമേ ഞാൻ കേൾക്കാറുള്ളൂ. തേങ്ങ നിന്റെ ആഭരണവും എടുത്തോണ്ട് പോകും. ഒരു പേര് വരെ ഉണ്ട്, അത് ഇങ്ങനെ കായ്ക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുക നിന്റെ മോൻ, വവ്വാലിനെ പോലെ. അത് പറിച്ചോണ്ട് പോകാനായിട്ട് ആണെങ്കിലേ കണക്കായി പോയി. നിങ്ങളോട് കേസ് കൊടുക്കും. കേസൊന്നും കൊടുക്കുന്നില്ലടി, നല്ല 1-ാം തരം മുള്ളുമുരിക്കും പത്തല് കൊണ്ടുവന്ന് വേലി കെട്ടാൻ പോവാ. അപ്പൊ നിന്റെയൊക്കെ കടി തീരുവല്ലോ. കടി നിങ്ങളുടെ കെട്ടിയോന് കക്കാവാരാനാണെന്ന് പറഞ്ഞ പെണ്ണുങ്ങളുടെ കുളിക്കടയിൽ താന്ന് കിടന്ന് പെണ്ണുങ്ങളെ കയറി പിടിച്ചതിനെ നാട്ടുകാരെല്ലാരും തെങ്ങ കെട്ടിട്ട് തല്ലിയില്ലേ? കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. കെട്ടിയിട്ടടി, ആ കെട്ടിയിട്ട തെങ്ങിന്റെ മണ്ട നിന്റെ ആമ്പർന്നവനും ഉണ്ടായിരുന്നു. കുളി കണ്ടി രസിക്കുമായിരുന്നു. നാട്ടുകാരെല്ലാരും കൂടെ കൂടി മോളയ്ക്ക് കുത്തിയാണ് താഴെ ഇട്ടത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. നിങ്ങളുടെ കെട്ടിയവൻ കക്കാൻ വരാൻ പോയ നാട്ടിലൊക്കെ ഭാര്യമാരുണ്ടെന്നാ കേട്ടത്. ഉള്ളതാണോ അതുള്ളേ? അങ്ങേര് പോയിട്ടേ
5-6 കൊല്ലം ആയല്ലോ. നാട് മുഴുവൻ ഭാര്യമാരാ. എങ്ങനെ തിരിച്ചു വരാൻ? എടാ മണിയേ, നീ ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വന്നാടാ. നിന്റെ അപ്പനെ കുറിച്ച് തോന്നിവാസം വർത്താനം പറയുന്ന കേട്ടോ. ചെന്ന് ചോദിക്കടാ. ഓ, അവൻ കഞ്ഞിയും കുടിച്ചോണ്ടിരിക്കുക. അങ്ങോട്ട് ചെന്ന് ചോദിക്കടാ. എടാ, നിന്റെ അപ്പനെ കുറിച്ച് തോന്നിവാസം വർത്താനം പറയുന്ന കേട്ടോ. നീ അങ്ങോട്ട് ചെന്ന് ചോദിക്കടാ. എടാ, ചക്ക വെട്ടുന്ന കാര്യല്ല പറഞ്ഞേ, നിന്നെ കൊണ്ടാകുന്ന പോലെ ചെന്ന് ചെയ്ത്. ഓ, അവന്റെ ഒരു കഞ്ഞി. എടാ, ഇതിലേ വരം വേലി കളയാതെന്ന്. അതിലേ പോ. എടാ മണി, നിന്റെ നാക്കിനെല്ലാത്ത നിന്റെ അമ്മ പറയുന്നത് കേട്ടോണ്ട് എന്റെ പറമ്പോട്ട് വരെ നിന്റെ കാലും കൂടെ ഞാൻ നല്ല ഓടിക്കും പറഞ്ഞ കേട്ടോ. ചാളക്കറിയായിരുന്നല്ലേ ചേച്ചി? എടാ, നീ മീൻ ചട്ടി മണപ്പിക്കാൻ വന്നാണോ അതോ തല്ലാൻ വന്നാണോ? പോയി തല്ലടാ. ഓടി നീ. എന്താടാ? ഞാൻ നിങ്ങളെ തല്ലാൻ വന്നതാണ്. തല്ലിയിട്ടേ പോകത്തുള്ളൂ. എന്റെ ചട്ടി എങ്ങാണം പൊട്ടിയാൽ നിന്റെ തല ഞാൻ തല്ലിപ്പൊളി. എന്നാ പിടിച്ചോ. പഠിക്കരുതോ? നിന്നെ ഇന്ന് ഞാൻ കൊല്ലുപടം. എടാ വാടേന്ന. അയ്യോ എന്റെ വാട. ഏടാ നിന്നെ കൊല്ലുപടം. നിന്നെ ഞാൻ എടാ ഉരുട്ടാതെ ഞാൻ നിൽക്കുന്നു. എടാ വിടാൻ. അയ്യോ അയ്യോ. എടാ എടാ പിടിക്കാതെ എന്നെ അടിക്കരുതെന്നു. എടാ വിടാനാ പറഞ്ഞ. എടാ വിടാൻ. എടാ അയ്യോ. എടാ അടിക്കരുത്. എടാ അടിക്കരുത്. എടാ മണിയെ, നീ ഇറങ്ങിയില്ലേ? ഇറങ്ങുവാ. എടാ, തലകണയും പായും എടുത്തോ? എടുത്ത്. ആ ബക്കറ്റോട് എടുത്തോടെ. അമ്മ എന്റെ മുറി പൂട്ടണ്ടമ്മ. പിന്നെ നിന്റെ മുറി അതിനാവല്ലേ? എന്നാ വാ ഇങ്ങോട്ട്. റേഷൻ കാർഡ് എടുത്തോ? എന്തിനാടാ? മുട്ടയും പാലും കിട്ടണമെങ്കിൽ റേഷൻ കാർഡ് വേണം. ഓ, എവിടെയെങ്കിലും പോകുമ്പോ അവര് തീറ്റിക്കാര്യം മാത്രമേ. ആ, ഏതായാലും ഞാൻ എടുത്തിട്ടുണ്ട്. നീ എളുപ്പം നടന്നു. എന്റെ പൊന്നമ്മച്ചി ഒന്ന് പതുക്കെ പോ. എടാ, നീ ഇങ്ങോട്ട് എളുപ്പം വാടാ. ഇവിടെ ഭർത്താവിനെ മകനെ കോടതി കയറ്റിട്ട് നാളിനാശി എന്ന് പറഞ്ഞിട്ടുള്ളൂ. അമ്മ അതിന് അവർക്കല്ലോ കൂടുതൽ പരിക്ക് പറ്റിയ പിന്നെ നമ്മളെന്തിനാ ആശുപത്രി പോകണം? എടാ മിണ്ടാതടാ. എടാ, നമ്മൾ പോയി ആശുപത്രി അഡ്മിറ്റ് ആയെങ്കിൽ മാത്രമേ കേസിന്റെ മുൻഗണന വരത്തുള്ളൂ. ഈ അമ്മയുടെ ഒരു കാര്യം. ആ പിന്നെ വാഴയൊക്കെ എടുത്തു വെച്ചോ. ഇതൊന്നതല്ലേ പൂരം കഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഒന്നും അറിയാത്തവനെ പോലെ നിക്കോ. കാലം ഇന്ന് നീ കൊല്ലൂടോ. എന്റെ വാഴ. വീട്ടിലിവന്നട വെറും പാഴ. ഇവരുടെ ചക്കവറും കൂട. നാട്ടിലിവന്നും പേരാ പാഴ. അച്ഛനിവനൊരു മരവാഴ. വീട്ടിലിവന്നട വെറും പാഴ. ഇവരുടെ ചക്കവറും കൂട. നാട്ടിലിവന്നും പേരാ പാഴ.